Okay, so hi. നമ്മുടെ കേസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മുടെ ക്ലാസ് ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് നമ്മൾ സിലബസ് പരിചയപ്പെട്ടപ്പോൾ കണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ടാഗ് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് സിലബസിൽ അങ്ങനെ തന്നെ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ബേസിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമ്മൾ കാണും. പിന്നെ ചില ഫ്രേസുകളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ റൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇന്നത്തെ സെഷനിൽ സോൾവ് ചെയ്യുന്നില്ല. നമുക്ക് അതിന്റെ സെഷൻസ് ലൈവ് ആയിട്ടും ഒക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ആദ്യം നോക്കാം. പലർക്കും അറിയാം, പക്ഷെ കുറച്ചു പേർക്കെങ്കിലും എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് റൂൾസും കാര്യങ്ങളൊക്കെ നോക്കാം. സോ എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് മെയ്ഡ് up of the statement, a comma and the question clause. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, ഒരു കോമ ഉണ്ടായിരിക്കും, ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ക്ലോസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടാഗ്. സോ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് യൂഷ്വലി ബിൽഡ് ബൈ കമ്പൈനിങ് an auxiliary verb and a pronoun. So എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു സ്റ്റേറ്റ്മെന്റ്, അതിന്റെ കൂടെ ഒരു കോമ കാണും. ദെൻ പിന്നെ നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു കോമയും പിന്നെ ഒരു ക്വസ്റ്റ്യൻ ടാഗ്. ഈ ടാഗ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബും പ്രോനൗണും കൂടെ വരുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ആൻഡ് എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്? അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? യെസ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെന്റൻസ് പറയുന്നു, ആ സെന്റൻസ് എത്രത്തോളം കറക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്ത് പറയാം, ഓക്കെ ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. യു ഹാവൻറ്റ് സീൻ ദിസ് ഫിലിം. കണ്ടോ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, യു ഹാവൻറ്റ് സീൻ ദിസ് ഫിലിം. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെന്റ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു ഹെൽപ്പിംഗ് വേർബും അതുപോലെ തന്നെ പ്രോനൗണുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ കുറിച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. യുവർ സിസ്റ്റർ ലിവ്സ് ഇൻ സ്പെയിൻ, doesn't she? ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോം. ഷീസ് എ ഡോക്ടർ, isn't she? He isn't here, is he? I don't need to finish this today, do I? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ഫോം എന്ന് പറഞ്ഞത്. Jenny eats cheese, doesn't she? The bus stops over there, isn't it? They could hear me, couldn't they? I'm never on time, am I? അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓക്സിലറി വെർബും പ്രോനൗണും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 6th one, Jenny eats cheese. ജെനി എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ജെനി എന്നാണ് അല്ലെ. ജെനി ഈറ്റ്സ് സ്വീറ്റ്സ് എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജെനി ഈറ്റ്സ് സ്വീറ്റ്സ് അതങ്ങനെ നിൽക്കട്ടെ. ഈ ജെനി എന്ന വേർഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നുണ്ടോ? ഇല്ല അല്ലെ. ജെനി ക്വസ്റ്റ്യൻ ടാഗിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോ ഈ ഒരു കാര്യം, ഇത് റൂൾ പോലെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് നൗൺ വന്നാലും ക്വസ്റ്റ്യൻ ടാഗിൽ ഒരിക്കലും നൗൺ നമ്മൾ കൊണ്ടുവരില്ല. അതിന്റെ പ്രോനൗൺ ആയിരിക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടെങ്കിൽ അവിടെ പ്രോനൗണേ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ എന്ത് പ്രോനൗൺ ആണോ തന്നിരിക്കുന്നത് അത് അതേപോലെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് പ്രോനൗൺ ആണോ തന്നിരിക്കുന്നത് അത് അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ അത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും പ്രോനൗണേ യൂസ് ചെയ്യുള്ളൂ. യു, ഇവിടെ സെന്റൻസിൽ യു ആണ്, ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോഴും നമ്മൾ യു തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, യു. യുവർ സിസ്റ്റർ, അവിടെ യുവർ. അപ്പൊ യുവർ സിസ്റ്റർ ലിവ്സ് ഇൻ സ്പെയിൻ, സിസ്റ്ററിനെ പറ്റിയാണ് പറയുന്നത്, അതിന്റെ പ്രോനൗൺ ഷീ എടുത്തു. ഷീസ് എ ഡോക്ടർ, ഇവിടെ ഷീ കൊടുത്തു. ഹി. ഇവിടുത്തെ ബസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോനൗൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇറ്റ് ആണ്. സോ ഇറ്റ് എടുത്തു. ഓക്കെ, അപ്പൊ ഇത് വേണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. നമുക്ക് സെന്റൻസിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ, സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ചിലപ്പോൾ ഒരു നൗൺ ആയിരിക്കും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോനൗൺ ആയിരിക്കും. സ്റ്റേറ്റ്മെന്റിൽ എന്ത് തന്നാലും ക്വസ്റ്റ്യൻ ടാഗിൽ പ്രോനൗൺ തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. വെദർ ഇറ്റ്സ് എ നൗൺ ഓർ പ്രോനൗൺ, ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രോനൗൺ ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ.
അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. സോ നോക്കാം റൂൾസ്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്. ബേസിക് ആയിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിലും അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് പറയേണ്ട ഫസ്റ്റ് റൂളാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് റൂളാണ്, അതുപോലെ ഏറ്റവും ഫസ്റ്റ് റൂളാണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ കണ്ടു, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോമയുണ്ട്, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗും ഉണ്ട്. അതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ മെയിൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നോക്കുന്നത്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ടാഗ് സോൾവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന സെന്റൻസിനെ ആദ്യം നോക്കണം. തന്നിരിക്കുന്ന സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും കൊടുക്കുക. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ് കേട്ടോ നമ്മളിപ്പോൾ പറയുന്നത്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. എന്താ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് ടാഗ്. ഓക്കെ, അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് വന്നിട്ട് നെഗറ്റീവ് ആണ്. ഇതാണ് ഫസ്റ്റ് റൂൾ. ആൻഡ് തിരിച്ചും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ. ഏത് സെന്റൻസ് വന്നാലും നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്തിരിക്കണം. ബേസ് ആണ്. ഈ സെന്റൻസ് നോക്കിക്കേ, ഷീ ഈസ് എ ഡോക്ടർ. ഷീ ഈസ് എ ഡോക്ടർ. തന്നിരിക്കുന്ന സെന്റൻസ് ഈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോ, നോട്ട് ഒക്കെ വരുന്നതാണ് നെഗറ്റീവ് അല്ലെ? അപ്പോ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ്. ഷീ ഈസ് എ ഡോക്ടർ. ഈ ഈസും ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന പ്രോനോണും ഓക്സിലറി വേർബും നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു, അതിനെ നെഗറ്റീവ് ആക്കുന്നു. ഈസിന്റ് ഷീ. അപ്പോ ഇവിടെ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഈസിൻ നെഗറ്റീവ്, ഈസിനെ നെഗറ്റീവ് ആക്കുന്ന ഈസ് നോട്ട് എന്ന് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആകും അല്ലെ? അപ്പൊ നമുക്ക് ഈസ് നോട്ട് ഷീ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ എടുക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും നമ്മൾ അതിന്റെ ഷോർട്ട് ആക്കിയിട്ടുള്ള ഫോം വേണം എടുക്കാൻ. ഈസിന്റ്, വാസന്റ്, aren't, won't, ഇതൊക്കെ അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഫോമാണ്. ഇത് വേണം നമ്മൾ എപ്പോഴും എടുക്കാൻ. ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും ഷോർട്ട് ആയിട്ടുള്ള ഫോം വേണം എടുക്കാനായിട്ട്. സോ ഷീ ഈസ് എ ഡോക്ടർ, ഈസിന്റ് ഷീ. നെഗറ്റീവ് നോക്കിക്കേ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, യു ഡോണ്ട് ലൈക്ക് കോഫി, ഡു യു. നെഗറ്റീവ് ആയിട്ട് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും, പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് വന്നു കഴിഞ്ഞാൽ സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. She is a teacher. She is a teacher. അപ്പൊ എങ്ങനെ വരും? Isn't she എന്ന് വരും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. ഇനി ഇതേ സെന്റൻസ് തന്നെ ഞാൻ നെഗറ്റീവ് ആക്കുവാണേ. She is not a teacher. She is not a teacher. അപ്പൊ എങ്ങനെ വരും? Is she എന്ന് വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റൂൾ. ഇനി നമുക്ക് നോക്കാം റൂൾസ് ഫോർ ഫോമിംഗ് ക്വസ്റ്റ്യൻ ടാഗ്. ഫസ്റ്റ് വൺ, auxiliary verb increment. The tag question uses the same auxiliary verb as the main verb. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തന്നിരിക്കുന്ന മെയിൻ ക്ലോസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന auxiliary verb ഏതാണോ അത് തന്നെയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, ദാ she is happy, isn't she, അവിടെ isn't she കൊടുത്തു. They have left, haven't they. He can swim, can't he. Can തന്നെ ഇങ്ങോട്ട് കൊടുത്തു. ഇവിടെ ഈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ വാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതാണോ ഇവിടെ തന്നിരിക്കുന്ന ഓക്സിലറി വേർബ്, സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഓക്സിലറി വേർബ് തന്നെ വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലും കൊടുക്കാനായിട്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. ഇത് ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് സെയിം ഓക്സിലറി വേർബ് ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ തരാം. ദേ ഹാവ് ലെഫ്റ്റ് എന്ന് തന്നിട്ട് ഹാഡ് ദേ അല്ലെങ്കിൽ ഹാഡിൻ ദേ, വേർ ദേ, വേറിൻ ദേ എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഓർക്കാം, ഓക്സിലറി വേർബ് എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഏത് ഓക്സിലറി വേർബ് ആണ് തന്നിരിക്കുന്നത് അത് തന്നെ വേണം ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, നോ ഓക്സിലറി വേർബ് ഇൻ മെയിൻ ക്ലോസ്. മെയിൻ വേർബില് നമ്മളിപ്പോ ഫസ്റ്റ് പഠിച്ച റൂൾ എന്ന് പറഞ്ഞാല്
മെയിൻ ക്ലോസിൽ നമുക്കൊരു ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്, അതേ തന്നെ ആ വെർബ് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്യണമെന്ന് കണ്ടല്ലേ. ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഒരു മെയിൻ വെർബ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹി പ്ലേസ് ഫുട്ബോൾ എന്ന് പറയുന്ന സെന്റൻസ് ആണെങ്കിൽ അവിടെ ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ യൂസ് ഡു, ഡസ്, ഡിഡ്. എങ്ങനെയാണ് ഈ ഡൂവും ഡസും ഡിഡും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ തരാം. ഷീ സ്പീക്സ് ഹിന്ദി. ജയ സ്പോക്ക് ഹിന്ദി. ഇനി യു സ്പീക്ക് ഹിന്ദി. അപ്പൊ ഇങ്ങനെ തന്നിരിക്കുന്ന സെന്റൻസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം നോക്കാം. യു സ്പീക്ക് ഹിന്ദി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും പ്രത്യക്ഷത്തിൽ ഓക്സിലറി വെർബ് ഒന്നും ഇല്ല അല്ലെ. പക്ഷേ യു സ്പീക്ക് ഹിന്ദി എന്ന് പറയുമ്പോൾ യു ഡു സ്പീക്ക് ഹിന്ദി എന്നാണ് അതിന്റെ മീനിങ് അല്ലെ. അങ്ങനെ എടുക്കുക, നമുക്ക് ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുക, അങ്ങനെ ഹിഡൻ ആയിട്ടുള്ള ഓക്സിലറി വെർബ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് ഓർക്കാം. തന്നിരിക്കുന്ന വെർബിനെ അനലൈസ് ചെയ്യാം. അതായത് യു സ്പീക്ക് ഹിന്ദി, സ്പീക്ക് എന്ന് പറഞ്ഞാല് വെർബ് അത് പ്ലൂറൽ വെർബാണ്. അത് എന്താണ് പ്ലൂറൽ നമുക്കറിയാം. ഈ വെർബിന്റെ കേസിൽ യെസും ഇയസും ഒക്കെ വെച്ച് എൻഡ് ചെയ്യുന്നതാണ് പ്ലൂറൽ. ആൻഡ് വെർബിന്റെ കേസിൽ എസും ഇയസും വെച്ച് എൻഡ് ചെയ്യുന്നതാണ് സിംഗുലർ. ഓക്കെ, സോ വെർബിന്റെ കേസിൽ എസും ഇയസും വെച്ച് എൻഡ് ചെയ്യുന്നത് സിംഗുലർ. നോക്കാം, വെർബ് എസ് ഇയസ് ഇതൊക്കെ വെച്ച് എൻഡ് ചെയ്യുന്നതാണ് സിംഗുലർ. നൗണിൽ നേരെ തിരിച്ചാണ്. നമ്മൾ വെർബിന്റെ ക്ലാസ്സിൽ സിംഗുലർ വെർബും പ്ലൂറൽ നൗണും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ആൻഡ് നോർമൽ ആയിട്ട് വരുന്നത് പ്ലൂറൽ ആണ്. അതായത് സ്പീക്ക് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, സ്പീക്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ. ആൻഡ് യു സ്പീക്ക് ഹിന്ദി, ഇത് പ്ലൂറൽ ആണ് അല്ലെ. സോ പ്ലൂറൽ ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് പ്ലൂറൽ ആണെങ്കിൽ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന വേർബ് സിംഗുലർ ആണെങ്കിൽ, ആദ്യത്തെ സെന്റൻസ് എടുക്കാവേ. ഷീ സ്പീക്സ് ഹിന്ദി. സ്പീക്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, എസും ഇയസും വെച്ച് എൻഡ് ചെയ്യുന്ന സിംഗുലർ ആണെന്ന് പറഞ്ഞു. സിംഗുലർ ആണെങ്കിൽ അവിടെ ഒരു ഡെസ് ചേർക്കുക. ഓക്കെ, പ്രസന്റ് ടാഗില് ഡെസ് ചേർക്കാം. അടുത്തത് യു സ്പീക്ക് ഹിന്ദി, സ്പീക്ക് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. പ്ലൂറൽ ആണെങ്കിൽ ഡു ചേർക്കുക. ആൻഡ് അടുത്തത് ജയ സ്പോക്ക് ഹിന്ദി, സ്പോക്ക് എന്ന് പറഞ്ഞാലോ അത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് ചേർക്കുക. അപ്പൊ ഓക്സിലറി വെർബ് ഇല്ലാത്ത കേസിൽ ഡു, ഡസ്, ഡിഡ് നമുക്ക് ചേർക്കാം. അതെങ്ങനെയാണ് ചേർക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. സിംഗുലർ ആണെങ്കിൽ ഡസ്, പ്ലൂറൽ ആണെങ്കിൽ ഡു, പാസ്റ്റ് ആണെങ്കിൽ ഡിഡ്. അപ്പോ ഷീ സ്പീക്സ് ഹിന്ദി എങ്ങനെ വരും? ഡസന്റ് ഷീ, ഡസന്റ് ഷീ. ജയ സ്പോക്ക് ഹിന്ദി എന്ത് വരും? സോറി, ഡു അല്ല, ഡിഡ്. ഡിഡ് ഷീ, ജയ വരില്ല, ഡിഡിന്റ് ഷീ, ഡിഡിന്റ് ഷീ, ഡിഡിന്റ് ഷീ. യു സ്പീക്ക് ഹിന്ദി, അവിടെ എന്ത് വരും? ഡോണ്ട് യു എന്ന് വരും. ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കേ. ഷീ ലൈക്സ് ടീ, ഷീ ലൈക്സ് ടീ സിംഗുലർ ആണ് ആൻഡ് ഡസ് നമ്മൾ ചേർത്തു, ഡസന്റ് ഷീ. ദേ വെന്റ് ഹോം, വെന്റ് എന്ന് പറഞ്ഞ പ്ലൂറൽ ആണ്, സോറി പാസ്റ്റ് ആണ്, അതുകൊണ്ട് ഡിഡിന്റ് ദേ. യു പ്ലേ ക്രിക്കറ്റ്, പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഡോണ്ട് യു. ഓക്കെ അല്ലേ? അപ്പോ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ടാഗ് റൂൾസ് പഠിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ നമ്മൾ റൂള് കണ്ടു. നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്ട് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കുക. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആക്കുക. ഇത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കണ്ടു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് ഓക്സിലറി വെർബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് തന്നെ വേണം നമ്മൾ ഇതിലും യൂസ് ചെയ്യാനായിട്ട്. ഏത് ഓക്സിലറി വെർബ് ആണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ വേണം ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്യാൻ. ഇനി ക്വസ്റ്റ്യൻ ടാഗില് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് അതിങ്ങനെ ഓർത്തിരിക്കാം. അപ്പോ നിങ്ങൾക്ക്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പാസ്റ്റ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഓക്കെ, വിച്ച് മീൻസ് ഇതാണെന്ന് അത് അങ്ങനെ ഓർക്കുക. അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളവര് ഇങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, സിംഗുലർ ഡെസ്, പ്ലൂറൽ ഡു, പാസ്റ്റ് ഇറ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. റൂൾ നമ്പർ 3, നെഗറ്റീവ് വേർഡ്സ് ഇൻ മെയിൻ ക്ലൂസ്. നെഗറ്റീവ് വേർഡ്സ് അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് പ്രസന്റ് ടാഗ് യൂസ് ചെയ്യാം. ഈ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു, തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പ്രസന്റ് ടാഗ് പോസിറ്റീവ് ആക്കുക. യൂഷ്വലി നമ്മൾ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നോ, നോട്ട് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ നെവർ, നോ, നോട്ട് ഒക്കെയാണ് യൂഷ്വലി നെഗറ്റീവ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇനി ചില വേർഡ്സ് ഉണ്ട്, നെവർ, ഹാർഡ്ലി, സെൽഡം, സ്കേഴ്സ്ലി, റെയർലി, നത്തിങ്, ഇതൊക്കെ ഇങ്ങനത്തെ വേർഡ്സ് കണ്ടോ, ഇതിന് നമ്മൾ സെമി നെഗറ്റീവ് വേർഡ്സ് എന്നാണ് പറയുന്നത്. സെമി നെഗറ്റീവ് വേർഡ്സ്, ഇതൊക്കെ നമ്മുടെ സെമി നെഗറ്റീവ് വേർഡ്സ് ആണ്. നെഗറ്റീവ് വേർഡ്സ് എന്നല്ല, സെമി നെഗറ്റീവ്, സെമി നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, സെമി നെഗറ്റീവ്. അപ്പൊ ഇങ്ങനത്തെ സെമി നെഗറ്റീവ് വേർഡ്സ് നമ്മുടെ ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് തന്നെയായി. അപ്പൊ അത് അതിന്റെ കൂടെ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാം. പക്ഷെ പലർക്കും തെറ്റിപ്പോവും. കാരണം ഉണ്ടല്ലോ, ഈ നെവർ എന്നൊക്കെ നമ്മൾ യൂഷ്വലി ഡൂ അല്ല, നോയും നോട്ടും ഒക്കെയാണ് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ പോലും പലർക്കും പാടായിരിക്കും. അപ്പൊ അത് ഓർത്തിരിക്കും. നമ്മൾ അതുകൊണ്ടാണ് റൂൾ ആയിട്ട് പഠിക്കുന്നത്. ഷീ നെവർ ലൈസ് എന്ന് വെച്ചാൽ നെവർ നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, ഡസ് ഷീ, he hardly eats, does he, nobody came, did they, കണ്ടോ, he hardly eats meat, does he, they rarely visit us, rarely വന്നുകൊണ്ട് do they, it scarcely rains here, does it, കണ്ടോ. ഇവിടെ എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. നെവർ, ഹാർഡ്ലി, നോബഡി, ഹാർഡ് ലിവിങ്, റെയർലി, സ്കേഴ്സ്ലി, ഇതിലൂടെയൊക്കെ നെഗറ്റീവ് ആയിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ്, ഇത് നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആയതുകൊണ്ട് സെന്റൻസിനെ നെഗറ്റീവ് ആക്കും. അതുകൊണ്ട് പോസിറ്റീവ് പ്രസന്റ് ടാഗ്. ഓക്കെ അല്ലേ? അടുത്ത റൂള്, ഇംപെരറ്റീവ് സെന്റൻസ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇംപെരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിക്വസ്റ്റ്, കമാൻഡ്, ഓർഡർ, അഡ്വൈസ്, വാർണിംഗ്, ഇതിനൊക്കെ ഇംപെരറ്റീവ് സെന്റൻസ് എന്ന് പറയും അല്ലേ? അപ്പോ ഇംപെരറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മള് നോക്കണ്ട. ഇംപെരറ്റീവ് സെന്റൻസ് ഒരു കമാൻഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സാറിന് വിൽ യു യൂസ് ചെയ്യാം. ഇനി കമാൻഡും നിങ്ങൾ ഷാൽ വി എന്നുള്ളതിന് ഓക്കെ, യൂഷ്വലി ഇങ്ങനെ എടുത്തോ. ഈ സജഷൻ അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഇത് ഓർത്തോ. ഈ ഷാൽ വി എന്തുകൊണ്ട് വന്നത് ഞാൻ പറയാം, അത് അവിടെ നിൽക്കട്ടെ. യൂഷ്വലി ഈ രണ്ടാമത്തെ കേസ് ഓർക്കണ്ട, അത് നമ്മൾ റൂളിൽ ഇപ്പൊ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് അങ്ങനെ ഇരിക്കട്ടെ, നമ്മൾ അടുത്ത റൂളിൽ കാണും. ഇപ്പൊ ഇങ്ങനെ ഓർക്കുക, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇംപെരറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംപെരറ്റീവ് സെന്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. പോസിറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ വിൽ യു യൂസ് ചെയ്യാം, വോണ്ട് യു യൂസ് ചെയ്യാം. കണ്ടോ, ഇവിടെ ഓപ്പൺ ദ ഡോർ, വിൽ യു പോസിറ്റീവ് ആണ്, പോസിറ്റീവ് പ്രസന്റ് ടാഗും യൂസ് ചെയ്യാം, നെഗറ്റീവ് പ്രസന്റ് ടാഗും യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാണ്, വേറെ ഒരെണ്ണം പറയാണ്, കം ഇൻ, നമുക്ക് വിൽ യു എന്നും പറയാം, അതുപോലെ വോണ്ട് യു ഇതിൽ പറയാം. വിൽ യു കം ഇൻ, വിൽ യു കം ഇൻ, വോണ്ട് യു, രണ്ടും ഓക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനി നോക്കുന്നത് നെഗറ്റീവ് ഇംപെരറ്റീവ്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പോസിറ്റീവില് നമ്മൾ കണ്ടു, പോസിറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള പ്രസന്റ് ടാഗ് യൂസ് ചെയ്യാം. രണ്ട് ഓപ്ഷനും കൂടെ നമുക്ക് യൂഷ്വലി ഇങ്ങനെ വരാറില്ല. പക്ഷെ 2 years ബാക്ക് PSCക്ക് നമുക്ക് ഈ രണ്ട് ഓപ്ഷനും തന്നു. ഇങ്ങനെ ഒരു പോസിറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസ് എന്നിട്ട് വിൽ യു വോണ്ട് യു രണ്ടും തന്നു. അപ്പൊ പിന്നീട് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾ എഴുതിയിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും. പക്ഷെ കേസ് ഒക്കെ നമുക്ക് അറിയാലോ, അങ്ങനത്തെ എറേഴ്സ് ഒന്നും അങ്ങനെ യൂഷ്വലി വരത്തില്ല. അപ്പൊ ഓർക്കുക, യെസ്, ഇതിൽ ഏതെങ്കിലും ഓരോ ഓപ്ഷനേ വരുള്ളൂ.
ഓർക്ക് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് മാത്രമല്ല. ഈ ഇമ്പരറ്റീവ് സെന്റൻസിൽ പോസിറ്റീവ് ഇമ്പരറ്റീവ് സെന്റൻസ് ആണെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു, ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അതായത് നെഗറ്റീവും പോസിറ്റീവും യൂസ് ചെയ്യാം. പക്ഷേ ഒരു നെഗറ്റീവ് ഇമ്പരറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയാം, ഡോണ്ട് ഷൗട്ട് വിൽ യു, അവിടെ വോണ്ട് യു യൂസ് ചെയ്യില്ല. ഇനി ഞാൻ പറയാണ് ഡോണ്ട് ഗോ ഔട്ട്, നെഗറ്റീവ് ആയിട്ടൊരു ഇമ്പരറ്റീവ് അല്ലേ, അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ വരും, ക്വസ്റ്റ്യൻ ടാഗ് വരും വിൽ യു എന്നേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഇമ്പരറ്റീവ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ റൂൾ ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ ഒന്ന് ഗസ് എങ്കിലും ചെയ്യാം. ഇത് പക്ഷെ റൂൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആണല്ലോ. ദാ ഇനി അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ് കേട്ടോ. നമുക്ക് നോക്കാം. റൂൾ നമ്പർ 5, ഐ ആം. യൂഷ്വലി നമുക്ക് ഒരു പോസിറ്റീവ് ഒരു സെന്റൻസ് തരാണ്, അതായത് ഐ ആം ഫൈൻ. അപ്പൊ നെഗറ്റീവ് എടുക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുമ്പോഴത്തേക്കും ആം നോട്ട് ഐ എന്നാണ് നമ്മൾ എടുക്കുക അല്ലെ. പക്ഷെ നമ്മൾ പഠിച്ചായിരുന്നു ഈ പറയുന്ന ആം നോട്ട് എന്നത് നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് നമ്മൾ ഈസ് നോട്ട് എന്ന് എഴുതില്ല, ഈസ് ഇൻ ഷോർട്ട് ആയിട്ടായിരിക്കും എഴുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആമിറ്റ് എന്നൊരു ഫോം എടുക്കേണ്ടി വരും. അത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ അങ്ങനെ യൂസ് ചെയ്യില്ല. പിന്നെയോ ആം നോട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ, ആം നോട്ട് എന്ന് ഒരു ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ വന്നാൽ ഓർക്കുക അതിന് ആറിഞ്ച് വേണം യൂസ് ചെയ്യാൻ. ആറിഞ്ച്, ഐ എം ഫൈൻ, ആറിഞ്ച് ഐ. അഗെയിൻ ആർ നോട്ടിനും നമ്മൾ ആറിഞ്ച് എന്നായിരിക്കും എടുക്കുന്നത്, ആം നോട്ടിനും ആറിഞ്ച് തന്നെയായിരിക്കും നമ്മൾ എടുക്കുക. ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഐ എം ഫൈൻ, ആറിഞ്ച് ഐ. കണ്ടോ? ആമിൻ്റ് ഐ അല്ല, ആറിഞ്ച് ഐ. ഐ ആം ലേറ്റ്, ആറിഞ്ച് ഐ. ഐ ആം റൈറ്റ്, ആറിഞ്ച് ഐ. നോക്കാം, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ എന്ത് വരും? ആറിഞ്ച് ഐ. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഐ ആം നോട്ട് എ ടീച്ചർ, ഐ ആം നോട്ട് എ ടീച്ചർ. അപ്പൊ എന്ത് വരും? അപ്പൊ ഓർക്കുക ആർ ഐ അല്ല, ആം ഐ തന്നെ വരും. നെഗറ്റീവ് വന്നു കഴിഞ്ഞാണല്ലോ നമുക്ക് ഈ പ്രശ്നം, അല്ലെങ്കിൽ ആം ഐ തന്നെ വരും. ഓക്കെ അല്ലേ? ഇതും നമുക്ക് റൂള് പഠിച്ചാൽ മാത്രമേ അറിയുള്ളൂ. എളുപ്പമുള്ള ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഇനി അടുത്തത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. നമുക്ക് നോക്കാം. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയാൻ നമ്മൾ പ്രോനൗൺസിന്റെ ക്ലാസ്സിൽ കാണും കേട്ടോ. ഇത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ഒക്കെ പഠിക്കാനുണ്ട്. നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട് പ്രോനൗൺസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോനൗൺസ് പഠിക്കാനുണ്ട്. ഇതൊരു കാര്യം ശ്രദ്ധിക്കാം, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്, everybody, somebody, someone, no one, all, few, anyone, anything. ഇതൊക്കെയാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അതായത് വ്യക്തമായിട്ട് ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ജനറൽ ആയിട്ടായിരിക്കും പറയുന്നത്. എവ്രിബഡി, എല്ലാവരും. എന്നാ ആരൊക്കെയാണ് എല്ലാവരും എന്ന് പറയുന്നുണ്ടോ? ഇല്ല. സംവൺ, സംബഡി, സംതിങ്, എനിവൺ, എനിബഡി, എനിത്തിങ്. ഇതൊക്കെ ആരോ ഒരാൾ, ഒന്നെങ്കിൽ എല്ലാവരും എന്നൊരു മീനിങ്, അല്ലെങ്കിൽ കുറച്ചു പേർ, അല്ലെങ്കിൽ ആരൊക്കെയോ, അല്ലെങ്കിൽ ആരും ഇല്ല, നോബഡി, നത്തിങ്. ഈ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എടുക്കുന്നത്. അതായത് സ്പെസിഫൈ ചെയ്ത ഒരാളെ പറ്റി പറയില്ല, എന്നാൽ ജനറൽ ആയിട്ട് പറഞ്ഞു പോകും. അതിനാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ പ്രത്യേകത? എന്താണ്? അതായത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ ഇപ്പൊ ഒരു സെന്റൻസ് ചെയ്യാൻ എഴുതാവേ, somebody is coming, everyone
is coming to the party. അപ്പോ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗണിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എല്ലാം സിംഗുലർ ആയിരിക്കും. എവ്രിബഡി, സംവൺ, എവ്രിവൺ, നോ വൺ, നോബഡി, നത്തിങ്, ഇതൊക്കെ സിംഗുലർ ആണ്. അതായത് ഇതിനോട് യൂസ് ചെയ്യുന്നത് സിംഗുലർ വേർബ് ആണ്. എവ്രിബഡി ആർ എന്ന് പറയില്ല, എവ്രിബഡി ഈസ്. someone are അല്ല, someone is എന്നേ നമ്മൾ പറയുള്ളൂ. അപ്പോ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് സെന്റൻസിൽ സിംഗുലർ ആയിട്ട് നിൽക്കുമെങ്കിലും ക്വസ്റ്റ്യൻ ടാഗിൽ അത് പ്ലൂറൽ ആണ്. അതായത് ക്വസ്റ്റ്യൻ ടാഗില് നമ്മള് പ്ലൂറൽ ആയിട്ടുള്ള പ്രോനൗണും പ്ലൂറൽ ആയിട്ടുള്ള ഹെൽപ്പിംഗ് വേർബുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കിക്കേ, somebody is coming എന്ത് വരും? aren't they. ഈസ് തൊട്ട് മാറുമെന്ന് കണ്ടോ? everyone is coming to the party. aren't they. ഓക്കെ, ഇനി everybody left. ഇത് everybody leaves എന്നായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? everybody left എന്ന് വന്നുകൊണ്ട് didn't they വന്നു. everybody leaves ഞാൻ എഴുതാം. everybody leaves എന്നായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വന്നേനെ? do they, don't they, don't they എന്ന് വന്നേനെ. ഓക്കെ, അപ്പോ ഓർക്ക, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് സെന്റൻസിൽ സിംഗുലർ ആണെങ്കിലും ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ അവിടെ പ്ലൂറൽ പ്രോനൗണും പ്ലൂറൽ ഹെൽപ്പിംഗ് വേർബും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എവ്രിബഡി ലെഫ്റ്റ്, ഡിഡിന്റ് they, someone called, didn't they. ഇനി ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഈ ഒബ്ജക്റ്റിനെയാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ പറയുന്നതെങ്കിൽ, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. അതായത് something is correct, something is correct. തിങ് വെച്ചാ പറയാം. സംതിങ്, എനിത്തിങ്, നത്തിങ്, എവ്രിതിങ്. അപ്പൊ അതൊക്കെ ഒബ്ജക്റ്റിനെയാ പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റിനെയാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് സിംഗുലറും സെന്റൻസിലും അതുപോലെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലും ക്വസ്റ്റ്യൻ ടാഗിലും സിംഗുലർ പ്രോനൗണും സിംഗുലർ ഓക്സിലറി വേർബും യൂസ് ചെയ്യാം. ഇതാണ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സെപ്ഷനും പഠിച്ചു വെക്കുക. അപ്പൊ ഈ റൂള് മൊത്തത്തിൽ ഞാൻ ഒന്ന് പറയാം. അതായത് നമുക്കൊരു സെന്റൻസ് തരികയാണ്, അതിൽ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എപ്പോഴും സെന്റൻസിൽ സിംഗുലർ ആയിട്ടിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ പ്ലൂറൽ പ്രോനൗണും പ്ലൂറൽ ഹെൽപ്പിംഗ് വേർബും യൂസ് ചെയ്യും. ആൻഡ് ഇതിന്റെ എക്സെപ്ഷൻ ആണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഒരു ഒബ്ജക്റ്റിനെയാണ് പറയുന്നതെങ്കിൽ, അതായത് തിങ് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് സിംഗുലർ ആയിട്ട് തന്നെ. ഓക്കെ അല്ലേ? യെസ്, ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോഴല്ല, നമുക്കൊരു 1-2 ടോപ്പിക്സ് ഒക്കെ പോയിട്ട് നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ പോവാം. ഓക്കെ, അടുത്തത് റൂൾ നമ്പർ 7. നമ്മള് ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു, നമ്മുടെ ലെറ്റിന്റെ. ആ ലെറ്റിന്റെ റൂളാണ് നമ്മൾ പറയുന്നത്. യെസ്, നമുക്ക് ഈ ലെറ്റസ് വെച്ചിട്ട് വരികയാണെങ്കിൽ, അതായത് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്, ലെറ്റ് അസ് നോട്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ പറയുന്ന ലെറ്റസും ലെറ്റസ് നോട്ടും, അതായത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ ബി ആയിരിക്കും. ഷാൽ ബി, ലെറ്റ്സ്, ലെറ്റസ്, ലെറ്റസ് നോട്ട്, ലെറ്റ് അസ് എന്നൊരു മീനിങ്ങിൽ വരുന്നുണ്ട്. ഷാൽ ബി ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. നോക്കിക്കേ, ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്, ലെറ്റസ് ഗോ ഫോർ എ വോക്ക്, ഷാൽ ബി. ലെറ്റ് us not argue, shall we. പോസിറ്റീവ് ആണ് ഇവിടെ, അപ്പോഴും shall we വന്നു. നെഗറ്റീവ് ആണെങ്കിലും shall we വന്നു. ഓക്കെ, ഇനി അടുത്തത് ലെറ്റ് മീ, ലെറ്റ് അസ് എന്ന് പറയുകയാണെങ്കിലാണ് ഇത് യൂസ് ചെയ്യുക. ബാക്കി ലെറ്റ് മീ, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ വിൽ യു യൂസ് ചെയ്യാം. ലെറ്റ് മീ ഹെൽപ്പ് യു, വിൽ യു. ലെറ്റ് ഹിം എൻറ്റർ, വിൽ യു എന്നേ പറയുള്ളൂ.
കാരണം ഒരാളെ പറ്റി പറയുന്നു. ഇത് ലെറ്റ് അസ് എന്ന് പറയുകയാണെങ്കിൽ ഷാൽ, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ തരാം. ലെറ്റ് us go to a party. Let us go to a party. Let us not go to a party. Positive and negative sentence over. Let us go to a party. Shall we? Let us not go to a party. Shall we? ഇതാണ് സെൻറ്റൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത റൂൾ നമുക്ക് നോക്കാം. Question tags with demonstrative pronouns. This, that, these, those. When the subject is a demonstrative pronoun, this, that, these, those. The tag uses it for singular, they for plural. ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് ഞാൻ പറഞ്ഞു, പ്രോണൗൺസിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് എന്ന് പറഞ്ഞാൽ. സോ ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് 4 എണ്ണമാണുള്ളത്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഈ 4 എണ്ണേ ഉള്ളൂ. അതായത് നമ്മൾ എന്തെങ്കിലും പോയിന്റ് ചെയ്യാൻ പറയാം. ദാറ്റ് ഇസ് എ ബോയ്, അല്ലെങ്കിൽ ദിസ് ഇസ് എ ബുക്ക്, ദാറ്റ് ഇസ് എ ബോൾ, ദീസ് ആർ മാംഗോസ്, ദോസ് ആർ മൈ ഷൂസ് എന്ന് പറയാതെ അത് ഇതെന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയില്ലേ, അത് ഈ പറയുന്ന ഇംഗ്ലീഷിൽ വരുമ്പോൾ നമ്മൾ അതിനെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയും. ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസിന് ഒരു പ്രത്യേകതയുണ്ട്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് എപ്പോഴും അതിന്റെ കൂടെ, അതായത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സിംഗുലർ ആയിട്ട് എടുക്കുന്നത് ദിസ് ഞാൻ ഒന്ന് എഴുതാം. ഒന്ന് ശ്രദ്ധിക്കണേ. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ദിസും ദാറ്റും ഉണ്ടല്ലോ സിംഗുലർ ആണ്, ദീസും ദോസും പ്ലൂറൽ ആണ്. ദിസും ദീസും കുറച്ച് അടുത്തുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ദാറ്റും ദോസും കുറച്ച് ദൂരെയുള്ള കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് ദിസും ദാറ്റും ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യുക. പ്രസന്റ് ടാഗിൽ പ്ലൂറൽ ആണ്, ദീസും ദോസും ആണെങ്കിൽ ദേ യൂസ് ചെയ്യുക. ഈ 4 എണ്ണമാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് വരുന്നത്. ഇപ്പൊ ദിസ് ഈസ് യുവർ ബുക്ക്, ദിസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് ഈസ് ഇൻ ദിസ് എന്നൊരു ഓപ്ഷൻ കാണും, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ദിസ് വരുവാണ്, ദിസും ദാറ്റും വരുവാണെങ്കിൽ ഇറ്റ് കൊടുക്കുക. ദിസ് ഈസ് യുവർ ബുക്ക്, ഈസന്റ് ഇറ്റ്, ദാറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി, വാസന്റ് ഇറ്റ്. കണ്ടോ, അവിടെ രണ്ടും ഇറ്റ് കൊടുക്കുക. കാരണം അത് രണ്ടും എന്താണ്, സിംഗുലർ ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്, സിംഗുലർ ആണ്. ഓക്കെ, ഇനി ദീസ് ആർ എക്സ്പെൻസീവ്, ദോസ് വെർ ഹിസ് ഫ്രണ്ട്സ്. സോ ദീസും ദോസും പ്ലൂറൽ ആണ്, അതുകൊണ്ട് ദേ കൊടുക്കുക. ആറിന്റ് ദേ, വെയറിന്റ് ദേ, രണ്ടും പ്ലൂറൽ യൂസ് ചെയ്യാം. സിംഗുലർ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണിന്റെ കൂടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഇറ്റും, ഇനി പ്ലൂറൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസിന്റെ കൂടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ദേയുമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ദെയർ, അതായത് നമ്മളൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദെയർ വെച്ചിട്ടാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ദെയർ വെച്ചൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലും ദെയർ വരും. ഇപ്പൊ ഞാൻ പറയാണ്, there is no water, there is no water, അവിടെ വെള്ളമൊന്നും ഇല്ല എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് അല്ലെ. സോ there is no water, അങ്ങനെ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലും ഈസ് ഇറ്റ് എന്ന് വരില്ല, അല്ലെങ്കിൽ ഈസ് ഇറ്റ് എന്ന് വരില്ല, ഈസ് there എന്ന് കൊടുക്കുക. ഈസ് there, കണ്ടോ, ഈസ് ഇറ്റ് എന്ന ഓപ്ഷൻ കാണും, അല്ലെങ്കിൽ ഈസ് ദാറ്റ് എന്നൊക്കെ കാണും. എപ്പോഴും ഓർക്കുക, ഈ there എവിടെ വന്നാലും നമ്മൾ നോക്കണ്ട, ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന there ആണെങ്കിൽ അതിന് ക്വസ്റ്റ്യൻ ടാഗിലും there തന്നെ നമ്മൾ കൊടുക്കുക. There is a problem, കണ്ടോ, ഈസ് ഇൻ there.
There are many boats, aren't there? There was no reply, was there? There were no mistakes, were there? Okay അല്ലേ? അടുത്ത റൂള് അടുത്ത നമ്മൾ ഇപ്പൊ ഇത്രയും റൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് ഒരു സമ്മറി പോലെ ഫുള്ള് ഞാൻ ഒന്നുകൂടി പറയാം. മെയിൻ ആയിട്ട് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ടാഗിൽ എന്തൊക്കെയാണ് അറിയുന്നത്. ഇന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ചെറിയ ടോപ്പിക് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഇതിനെപ്പറ്റി മൊത്തത്തിൽ ഒന്ന് നോക്കി പോകുന്നതേ ഉള്ളൂ കേട്ടോ. എക്സെപ്ഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് പറയാം. ചുരുക്കത്തിൽ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുക. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് എടുക്കുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് ഓക്സിലറി വേർബ് ഉണ്ടോ അത് തന്നെ ക്വസ്റ്റ്യൻ ടാഗിലും കൊടുക്കുക. ഇനി ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ ആ മെയിൻ വേർബിനെ നോക്കുക. മെയിൻ വേർബ് തന്നിരിക്കുന്ന സിംഗുലർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഡസ് ആഡ് ചെയ്യുക, പ്ലൂറൽ ആണെങ്കിൽ ഡു ആഡ് ചെയ്യുക, പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് ആഡ് ചെയ്യുക. ഇനി നെഗറ്റീവ് വേർഡ്സ്, നെഗറ്റീവ് അഡ്വേർബ്സ് അല്ലെങ്കിൽ സെമി നെഗറ്റീവ് വേർഡ്സ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിട്ട് കൊടുക്കുക. ഇംപെരറ്റീവ്സ് ആണെങ്കിൽ, ഇംപെരറ്റീവ് ആണ് പോസിറ്റീവ് ഇംപെരറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ പോസിറ്റീവോ നെഗറ്റീവോ വരും. ഓക്കെ, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇത് രണ്ടും നമുക്ക് ഇവിടെ കൊടുക്കാം. പക്ഷേ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഐ ആം എന്നല്ലെങ്കിൽ ആം എന്ന് വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ടാഗിൽ ആമിന്റ് എന്ന് വരില്ല, ആറിന്റ് എന്ന് കൊടുക്കാം. ഇനി അടുത്ത നമ്മൾ കണ്ടു ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സെന്റൻസിൽ ഇത് സിംഗുലർ ആണെങ്കിലും ക്വസ്റ്റ്യൻ ടാഗിൽ പ്ലൂറൽ പ്രോനൗണും പ്ലൂറൽ ഹെൽപ്പിംഗ് വേർബും യൂസ് ചെയ്യാം ക്വസ്റ്റ്യൻ ടാഗിൽ. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ ടാഗിൽ പ്ലൂറൽ പ്രോനൗണും പ്ലൂറൽ ഹെൽപ്പിംഗ് വേർബും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ സെന്റൻസിലും ക്വസ്റ്റ്യൻ ടാഗിലും സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ ലെറ്റ് അല്ല ലെറ്റ്സ്, ലെറ്റസ്, ലെറ്റസ് നോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷാൽ ബി യൂസ് ചെയ്യാം ക്വസ്റ്റ്യൻ ടാഗിൽ. ലെറ്റസ് നോട്ട് എന്ന് വന്നാലും ലെറ്റസ് എന്ന് വന്നാലും ഷാൽ ബി തന്നെ. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആണ്. ദിസും ദാറ്റും, ദീസും ദോസും. ദിസും ദാറ്റും വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഇറ്റ് കൊടുക്കുക. ദീസും ദോസും ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ കൊടുക്കുക. ദേർ വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ദേർ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. മൊത്തത്തിൽ റൂൾസ് മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് നോക്കുക. പിന്നീട് ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഇത് തന്നെ വെക്കണം എന്നില്ല. ഈ പറയുന്ന നിങ്ങൾക്ക് ആഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടത് ഡിലീറ്റ് ചെയ്യാം. ഞാൻ സാമ്പിൾ ആയിട്ട് തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതുണ്ടോ? മെയിൻ ക്ലോസിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ്. ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് ആഡ് ചെയ്യുക. ഐ ആം എന്നാണെങ്കിൽ ആറിന്റ് ആയി കൊടുക്കുക. ഇംപെരറ്റീവ്സ് ആണെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചായിരുന്നു. ഇനി ലെറ്റ്സ്, ലെറ്റസ് നോട്ട് എന്നൊക്കെ ആണെങ്കിൽ ഷാൽ വി യൂസ് ചെയ്യാം. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റ് us നോട്ട് എന്നാണെങ്കിൽ ഷാൽ വി യൂസ് ചെയ്യാം. നെഗറ്റീവ് വേർഡ്സ് അതായത് നെഗറ്റീവ് അഡ്വേർബ്സ്, സെമി നെഗറ്റീവ് വേർഡ്സിന്റെ കൂടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാം. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എവ്രി വൺ, അതിൽ ദേ. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണെങ്കിൽ പ്ലൂറൽ യൂസ് ചെയ്യാം. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ കൂടെ പ്ലൂറൽ യൂസ് ചെയ്യാം. എക്സെപ്ഷനും മറക്കരുത്, എക്സെപ്ഷനും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ദിസും ദാറ്റും, അതായത് നമ്മുടെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് സിംഗുലർ ആണെങ്കിൽ ഇറ്റും, പ്ലൂറൽ ആണെങ്കിൽ ഇതേയും കൊടുക്കാം. ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് കേസ് നമ്മൾ വളരെ എളുപ്പമുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ പഠിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് കണ്ടിരിക്കുന്ന മൊത്തം ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിന് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ സോൾവ് ചെയ്യാം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ നമ്മൾ നോക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടെ. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരാം. യെസ്, സോ ദാറ്റ് നിങ്ങൾക്ക് റൂൾസിനെ ഒന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക്
കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓക്കെ, നമുക്കൊരു പ്ലെയിൻ ആയിട്ട് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഞാൻ കുറച്ച് സെന്റൻസ് തരാം, അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എവിടെ പോയി? ഹി won't be late. എങ്ങനെ വരും ഇതിന്റെ പ്രസന്റ് ടാഗ്? ഒന്ന് ഓർത്ത് നോക്കിയേ. വോണ്ട് നെഗറ്റീവ് ആണ്, സോ പോസിറ്റീവ് വരുമ്പോ വിൽ ഹി എന്ന് വരും. വിൽ ഹി. ഇനി വേറെ ഒരെണ്ണം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ. ഇവിടെ എന്ത് വരും? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. ഈസ് isn't it നെഗറ്റീവ് വന്നല്ലേ. ഇനി അടുത്തത് യു ക്യാൻ സ്വിം. യു ക്യാൻ സ്വിം എങ്ങനെ വരും? ക്യാൻ വരുന്നു, നെഗറ്റീവ് ആക്കുക. കാൺട് യു. കാൺട് യു. ഇനി ഒരെണ്ണം അടുത്തത് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. എന്ത് വരും? ലെറ്റ്സ് വന്നുകൊണ്ട് ഷാൽ വി. അടുത്തത് ഷീ നെവർ ലൈസ്. ഷീ നെവർ ലൈസ്. എന്ത് വരും? ഡസ് ഷീ അല്ലെ. നെവർ എന്ന് വരുമ്പോ നെഗറ്റീവ് ആവും. ആൻഡ് ഇവിടെ എന്താണ്? സിംഗുലർ ആണ്, അതുകൊണ്ട് ഡസ് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് nothing is wrong. nothing എക്സെപ്ഷൻ കേസ് ആണ്. എങ്ങനെ വരും? ഒബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്, അതുകൊണ്ട് സിംഗുലർ ആയിട്ട് തന്നെ കൊടുക്കാം. isn't it. സോറി, nothing എന്ന് പറയാൻ നെഗറ്റീവ് ആണ്, സോ is it എന്ന് പറയും. is it. nothing എന്ന് പറയാൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് is it. ഓക്കെ, then ഇനി വേറൊരെണ്ണം തരാം. You didn't see him. You didn't see him. എങ്ങനെ വരും? Did you. Did you എന്ന് കൊടുക്കാം. Did you. വേറൊരെണ്ണം നോക്കാം. They have finished. They have finished their work. എങ്ങനെ വരും? haven't they. haven't they. രണ്ടെണ്ണം കൂടെ നോക്കാം അല്ലെ. haven't they. ഇനി അടുത്തത് he wouldn't do that. He wouldn't do that. ഇവിടെ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക്. യെസ്, ഡു എന്ന് കാണുമ്പോഴേ ഡോണ്ട് ആക്കാൻ അല്ല, വുഡ് ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് കേട്ടോ. മറ്റേ മെയിൻ വേർബ് ആണ്. സോ ഇവിടെ എന്ത് വരും? വുഡ് ഹി. വുഡ് ഹി എന്ന് വേണം കൊടുക്കാനായിട്ട്. ആൻഡ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം അല്ലെ. There were no good schools in the town.
എങ്ങനെ വരും? there were. അപ്പൊ എന്ത് വരും? were there. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്താണ്, പക്ഷെ മെയിൻ ആയിട്ട് ഇത് ഒരു എക്സാമ്പിൾ പോലെ കിട്ടിയാൽ മതി. ഇവിടെ എന്തുകൊണ്ടാ വേറിന്റ് വരാതെ? നോ എടുത്തോണ്ട് വേറിന്റ് വരില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ കണ്ടാൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു രീതിയിൽ ഉദ്ദേശിക്കുന്നത്